ഹായ് ഹലോ ആർസണൽ ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ടു മെലോ ടോക്സ് ആർസണൽ. മെലോ ടോക്സ് ആർസണലിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് പ്രീമിയർ ലീഗിന്റെ ഫിക്സ്ചേഴ്സ് ഒക്കെ റിലീസ് ചെയ്താണ്. പ്രീമിയർ ലീഗ് 25-26 സീസണിന്റെ ഫിക്സ്ചേഴ്സ് റിലീസ് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഡിസ്കഷൻ അതിനെ കുറിച്ചായിരിക്കും. അപ്പം നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ദീപക് ബ്രോ തന്നെയാണ്. ദീപക് ബ്രോ, വെൽക്കം ടു ദ സ്ട്രീം. യെസ്, അപ്പൊ നമ്മുടെ ഫിക്സ്ചേഴ്സ് റിലീസ് ആയിട്ടുണ്ട് 25-26. ആൻഡ് എന്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പായിട്ട് എന്താണ് ബ്രോയുടെ അഭിപ്രായം? ഇത് കൈൻഡ് ഓഫ് ലൈക്ക് നമ്മളിപ്പം കഴിഞ്ഞ സീസൺ പറഞ്ഞില്ലായിരുന്നു മിക്കൽ ആർട്ടറ്റയ്ക്ക് ഒരു കഴിഞ്ഞ സീസൺ ഒരു ക്രൂഷ്യൽ സീസൺ ആയിരുന്നു. ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു സീസണും കൂടെ കിട്ടും എന്ന് പറഞ്ഞില്ലായിരുന്നു. ലൈക്ക് ഫസ്റ്റ് 10 ഗെയിംസ് നമ്മൾ ജഡ്ജ് ചെയ്യും എന്നുള്ള രീതിയിൽ വന്നതുകൊണ്ട് ഫിക്സ്ചേഴ്സ് കണ്ടു കഴിഞ്ഞാൽ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയ്ക്കുള്ളിൽ ആർട്ടറ്റയ്ക്ക് വിൽ ഹി സ്റ്റേ ഓർ നോട്ട് എന്നൊരു സിറ്റുവേഷനിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള ഫിക്സ്ചേഴ്സ് ആണ് കണ്ടിട്ട്. കാരണം അത്രയും ഇനീഷ്യലി തന്നെ ടൈറ്റ് ഫിക്സ്ചേഴ്സ് ആണ്. പിന്നെ ലൈക്ക് എല്ലാ മാസവും ഒരു 1 or 2 ടെസ്റ്റ് എന്തായാലും നമുക്കുണ്ട്. അപ്പം ഇതിൽ മേജർ ആയിട്ട് നമുക്ക് അത്യാവശ്യം സ്ക്വാഡ് ഡെപ്തും പ്രോപ്പർ സ്ക്വാഡ് ബിൽഡിങ്ങും ഇതില്ലാന്നുണ്ടെങ്കിൽ മറന്നേക്കാം. പിന്നെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് ഇതിൽ തന്നെ അവേ ഫിക്സ്ചേഴ്സ് ആണ് പോകുന്നത്. ഓൾഡ് ട്രാഫോർഡ് പോവും, പറയുന്ന ആൻഫീൽഡ് പോവും. ദാറ്റ് ഈസ് ഓൾ ബിഫോർ ചാമ്പ്യൻസ് ലീഗ്. മനസ്സിലായി? ചാമ്പ്യൻസ് ലീഗ് ഫിക്സ്ചേഴ്സ് തുടങ്ങുന്നതിന് മുന്നേ ആണ് ഇതൊക്കെ വരുന്നത്. അതൊരു ബെനിഫിറ്റ് ആണ്. അവേ ഗെയിംസ് ട്രാവൽ എന്തായാലും നമുക്ക് ചാമ്പ്യൻസ് ലീഗിൽ ട്രാവൽ ഉള്ളപ്പം ഈ ഒരു ട്രാവൽ നമുക്ക് ഒഴിവാക്കാം. അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഞാനിങ്ങനെ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ പ്രീമിയർ ലീഗ് ഫിക്സ്ചേഴ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഓൾഡ് ട്രാഫോർഡിലാണ് സ്റ്റാർട്ടിങ്. ആൻഡ് ദെൻ ഒട്ടനെ ലീഡ്സ് കഴിഞ്ഞ് ലീഡ്സ് റിലഗേഷൻ, അതായത് അവര് തിരിച്ച് പ്രീമിയർ ലീഗ് പ്രൊമോട്ടായി വരുന്നതാണ്. അപ്പം അതെങ്ങനെ പോകുന്ന അറിയുള്ളൂ. അത് കഴിഞ്ഞ ഉടനെ നേരെ ആൻഫീൽഡിലേക്കാണ്. ആ ഒരു ഓഗസ്റ്റ് മന്ത് തന്നെ എന്താ പറയാ, ഭയങ്കര എന്റർടൈനിങ് ആയിരിക്കും എന്നുള്ള സംശയം വേണ്ട. ഞാൻ ഇവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്താ അറിയോ, സെപ്റ്റംബറില് മാഞ്ചസ്റ്റർ സിറ്റി നമ്മൾ ഹോം കളിക്കുകയാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കളി ന്യൂകാസിൽ യുണൈറ്റഡ് അവേ ഉണ്ട്. നവംബറിൽ നമ്മൾ ടോട്ടനം ഹോട്ട്സ്പറുമായിട്ട് ഹോം കളിച്ചിട്ട് ചെൽസി ആയിട്ട് അവേ. റിവേഴ്സ് ഫിക്സ്ചേഴ്സിൽ ഫെബ്രുവരിയില് ടോട്ടനം അവേ, ചെൽസി ഹോം, വീണ്ടും കൺസിക്യൂട്ടീവ്. ഏപ്രിലില് സിറ്റി അവേ, ന്യൂകാസിൽ ഹോം. എന്ത് സംഭവം എനിക്കത് മനസ്സിലാവുന്നില്ല. എന്റെ പെർസ്പെക്റ്റീവിൽ ഇപ്പം നമുക്ക് ഈ ഫിക്സ്ചേഴ്സ് ഇട്ടത് അവിടെ നമ്മൾ അത് കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായി, സംഭവം മനസ്സിലായി. ദ തിങ് ഈസ്, ഈ ഒരു സംഭവം ടെസ്റ്റ് നീ അങ്ങനെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ വരെ നമ്മൾ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ, ഇഫ് യു ടേക്ക് മേ ആൻഡ് മേയിലെ ഫിക്സ്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി സിംപ്ലർ എൻഡ് ഓഫ് ദ സീസൺ, ലാസ്റ്റ് 4 ഗെയിംസ്. പക്ഷെ നമ്മൾ സീസൺ ഡിഫൈൻ ചെയ്യാൻ പോകുന്ന, സാധാരണ നമ്മളിപ്പോ ഒരു പ്രീമിയർ ലീഗ് പറയുന്നത് ഫെബ്രുവരിയിലൊക്കെയാണ് സീസൺസ് ഒരു എന്തെന്നാ ട്രോഫി ബേസ് ചെയ്ത് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ദിസ് ടൈം അറൗണ്ട് ആർസണൽ പെർസ്പെക്റ്റീവ് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബറിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം വെദർ നമുക്ക് പ്രീമിയർ ലീഗിൽ ട്രോഫിക്ക് എന്തെങ്കിലും വകുപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഡിസംബറിൽ തന്നെ നമുക്കൊരു തീരുമാനം അറിയാം. അറ്റ് ദ വേർസ്റ്റ് കേസ് നമുക്ക് ജാനുവരിയിൽ തീരുമാനം അറിയാം എന്താ സംഭവം. എനിക്കറിയാം, എന്നെ സംബന്ധിച്ച് ഈ സീസൺ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് ഇല്ല. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ബേട്ട വന്നു കഴിഞ്ഞാൽ മേ ബി 1-2 ഡീൽസ് ചിലപ്പോൾ കുറച്ചുകൂടെ സ്പീഡപ്പ് ആയിട്ട് നടക്കും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ. കുറച്ചുകൂടെ ഒരു കൺവെൻഷണൽ സാധാരണ ഫുട്ബോൾ ക്ലബ്ബുകളൊക്കെ അല്ലെങ്കിൽ ഒരു ടോപ്പ് ക്ലബ്സ് ഒക്കെ മൂവ് ചെയ്യുന്ന പോലെ നമ്മൾ മൂവ് ചെയ്യുന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ആസ് ഓഫ് നൗ എനിക്ക് അങ്ങനൊന്നും കാണുന്നില്ല. ഓരോ ബുൾഷിറ്റ് റിപ്പോർട്ട്സ് എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഓരോ PR വർക്കുകളുണ്ട്. അതായത് ആർസണൽ ഹാവ് ദിസ് എമൗണ്ട് ഓഫ് മണി ടു സ്പെൻഡ് ദിസ് ട്രാൻസ്ഫർ വിൻഡോ, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് 117
മില്യൺസ് നമുക്ക് സെമി ഫൈനലിൽ കിട്ടി. ഇങ്ങനെയൊക്കെയാണ് ന്യൂസ് പടച്ചു വിടുകയാണ്. പക്ഷെ ഒരു പ്ലെയറിനെ അതായത് കെപ്പെ പോലും സൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരു ഒഫീഷ്യൽ ആക്കിയിട്ടില്ല എന്നാണ്. ഇത് ഒരെണ്ണം പോലും നമ്മൾ ഒഫീഷ്യൽ ആക്കിയിട്ടില്ല. ഭയങ്കര ഒരു ഫ്രസ്ട്രേഷൻ ആണ് എന്നെ സംബന്ധിച്ച്. ഇപ്പൊ ഈ ഫിക്സ്റ്റേഴ്സും കൂടെ കണ്ടോടെ ഓഗസ്റ്റിന് മുമ്പായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല സൈനിങ്സ് നടത്തിയില്ലെങ്കിൽ എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഓഗസ്റ്റ് അല്ല എനിക്ക് സത്യം പറഞ്ഞ വേട്ടെ, ബിഫോർ ഇന്റർനാഷണൽ ഫ്രണ്ട്ലീസ് അല്ലല്ലോ, സീസൺ തുടങ്ങൂലേ. ഇപ്പം ഞാൻ പറയുന്ന പറഞ്ഞാൽ 2 പെർസ്പെക്റ്റീവില് റിയാലിറ്റി വേറെ ഉണ്ട്, പ്രാക്ടിക്കലി 2 സിറ്റുവേഷൻ. പ്രാക്ടിക്കലി ചിന്തിക്കുവാണെങ്കിൽ പ്രീ സീസൺ നമുക്ക് പ്ലെയേഴ്സ് വേണം, മീൻസ് ഇവര് വന്നിരിക്കണം. ലൈക്ക് ലെറ്റ്സ് സേ 2022-23 സീസണിൽ ജെസൂസും സിൻജെങ്കോ ഒക്കെ പ്രീ സീസണ് മുന്നോടിയായിട്ട് എത്തി. ദേ സ്റ്റാർട്ടഡ് പ്രീ സീസൺ. അതാണ് നമുക്ക് സത്യം പറഞ്ഞ ആ സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പക്ക ആയത്, മനസ്സിലായോ? അപ്പൊ ഈ സീസണും പ്രീ സീസണ് മുന്നോടിയായിട്ട് ഇവര് വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഇഫ് പ്രീ സീസൺ നമ്മളൊരു 4 കളി അല്ലെ 3 കളി കളിക്കുവാണെങ്കിൽ ഒരു ഗെയിമെങ്കിൽ ഒരു ഗെയിം അവർക്ക് അറ്റ്ലീസ്റ്റ് കളിക്കാൻ കിട്ടണം. കിട്ടി ടീം ഒന്ന് ജെല്ലായിട്ട് തുടങ്ങി കഴിഞ്ഞാല് യു ക്യാൻ സ്റ്റാർട്ട് ദ സീസൺ വെൽ. ഈവൻ ദോ ഇഫ് ഇറ്റ് ഈസ്, ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈവൻ ദോ നമ്മളിപ്പം മിഡ്ഫീൽഡേഴ്സ് സൈൻ ചെയ്യുന്നു, വിങ്ങേഴ്സ് സ്ട്രൈക്കേഴ്സ് സൈൻ ചെയ്യുന്നു എന്ന് വെച്ചോ, സ്ട്രൈക്കർ ഈവൻ വിങ്ങർ വന്നില്ലെങ്കിലും പ്രീ സീസണ് മുന്നേ വിങ്ങർ വന്നില്ലെങ്കിൽ പോലും സ്ട്രൈക്കർ ഇസ് എ മസ്റ്റ്. പിന്നെ എന്ന് പറഞ്ഞാൽ പ്രീ സീസണ് മുന്നേ ദാറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ ബെർട്ട ആൻഡ് മാനേജ്മെന്റ് ആൻഡ് ആർട്ടറ്റ. അറ്റാക്കിംഗ് പ്ലേയേഴ്സ് പ്രീ സീസണിന് മുമ്പേ വന്നില്ലെങ്കിൽ ഒരു കാര്യമില്ല. ഈവൻ വിങ്ങർ ആണെങ്കിലും സ്ട്രൈക്കർ ആണെങ്കിലും 2 പേര് നമുക്ക് പ്രീ സീസൺ, കാരണം നമ്മുടെ അറ്റാക്കിംഗിന് അത്ര മോശമാണ്. മിഡിൽ ഇപ്പൊ സൂബിമെന്റി 1 മാസം കഴിഞ്ഞ് വന്നു, സെപ്റ്റംബർ വന്നു പറഞ്ഞ ഒരു വലിയ വ്യത്യാസം. ലൈക്ക് ഒബ്വിയസ്ലി സ്ട്രോങ് ആവും മിഡ്ഫീൽഡ് എന്നുള്ളതല്ലാതെ കറന്റ് സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി. ബട്ട് ഞാൻ പറഞ്ഞ മിഡ്ഫീൽഡ് ഡൈനാമിക്സ് നമുക്ക് പ്രശ്നമില്ല, ഡിഫെൻസീവ്ലി നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. മിഡ്ഫീൽഡർ ആണെങ്കിൽ പോലും നമുക്ക് ആ പ്രീ സീസൺ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സുബിമെന്റി പിന്നെ ഒരു ഇത്തിരി ലേറ്റ് ആയി വന്നാൽ പോലും സുബിമെന്റിനെ നമുക്ക് ജെല്ല് ചെയ്യാൻ പറ്റും. പക്ഷെ അറ്റാക്കിങ്ങിൽ ഒരു ഐഡിയ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് അറിഞ്ഞൂടാ. ഐ എം വെരി ഡിസപ്പോയിന്റഡ് എന്നല്ലാണ്ട് എനിക്ക് ഇതിനകത്തൊന്നും പറയില്ല. പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കാണെന്ന് ഇങ്ങനെ പറയുന്നേ ഉള്ളൂ. അല്ല, വൺ തിങ് ഇസ്, ഇത് ഈ നമ്മൾ മുതലെടുക്കുക എന്ന് പറയൂലേ, മുതലെടുക്കുവാണോ സജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ്, എല്ലാം ക്ലിക്ക് ബൈറ്റ്സ് ആണ്. നിനക്ക് നിന്റെ വ്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്തും പടച്ചിറക്കി കഴിഞ്ഞാൽ ലെറ്റ്സ് സേ അത് ആർസണൽ ഫാൻസ് തന്നെ പിക്കപ്പ് ചെയ്ത് എടുക്കുന്ന സാധനം. ഇപ്പൊ ഒരു ചുമ്മാ ഞാനിപ്പോ ട്വിറ്ററിൽ കയറിയിട്ട് വി ആർ ലിങ്ക്ഡ് ടു എംബാപ്പെ എന്നും പറഞ്ഞിട്ട് ഒരു വലിയ സ്ട്രോങ് സോഴ്സസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗ് ഇട്ട് കഴിഞ്ഞാൽ 2-3 നേരം ടാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഫോട്ടോ ഇടണമെന്നില്ല, എംബാപ്പയുടെ ആർസണൽ ജേഴ്സി ഇട്ടുള്ള ഫോട്ടോ വരും. ആ ഒരു ക്ലിക്ക് എൻഗേജ്മെന്റ് കിട്ടും. അത്ര എൻഗേജ്മെന്റ് നോക്കും. ഈ പറയുന്ന നമ്മൾ ഈ സോഷ്യൽ മീഡിയയില് മര്യാദക്ക് വീഡിയോ ചെയ്യുന്നതും മറ്റേ ഊളത്തരം കാണിച്ച് ചെയ്യുന്നതും അവന് വ്യൂ കിട്ടുന്നുണ്ട്, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതും കിട്ടുന്നുണ്ട്. അതാണല്ലോ അവന്റെ ഗോൾ. ട്രൂത്ത് പറയണമെന്നല്ലോ. സോ എനിവൺ ക്യാൻ ബി ലിങ്ക് ടു ആർസണൽ എന്നൊരു ടീം നടക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒന്നെങ്കിൽ ഫെബ്രിസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺസ്റ്റീന്റെ അല്ലെങ്കിൽ അത്ലറ്റിക്കിന്റെ ഒക്കെ റിപ്പോർട്ട്സ് നമ്മൾ നോക്കാറുള്ളൂ, ജെനുവിൻ റിപ്പോർട്ട്സ് നമ്മൾ നോക്കാറുള്ളൂ. പിന്നെ എന്താ പറയാ, അവിടുന്ന് ഒരു മൂവ്മെന്റ് കാണുന്നില്ല. ആകെ എനിക്ക് തോന്നുന്നു അത്ലറ്റിക് റിപ്പോർട്ട് ചെയ്ത് സുബിമെന്റി മാത്രമാണ് അത്രയും സോളിഡ് ആയിട്ട്. പോസിറ്റീവ് ന്യൂസ് ഞാൻ പറയാം, സോളിഡ് ആയിട്ട് ഇന്നൊരു പോസിറ്റീവ് ന്യൂസ് വന്നിട്ടുണ്ടല്ലോ, മൈൽസ് ലൂയിസ് കെല്ലി. ഡെഫിനറ്റ്ലി അതൊരു ദാറ്റ്സ് എ ബിഗ് ന്യൂസ്. ആക്ച്വലി അതൊരു വലിയ ന്യൂസ് ആണ്. ഇൻ ടേംസ് ഓഫ് പുതിയ, ഞാൻ പറയാം, ഇൻ ടേംസ് ഓഫ് ന്യൂ പ്ലേയേഴ്സ്, നമുക്ക് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് എന്നുള്ളൊരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഇപ്പൊ ഈ ഫിക്സ്ചറിനെ കുറിച്ച് നമ്മളെന്ന് പറയുമ്പോഴും വി ആർ ഗോയിങ് അഗെയിൻ ബാക്ക് ടു ദ ട്രാൻസ്ഫേഴ്സ്. കാരണം ഈ ഫിക്സ്ചർ വന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. കാരണം ഐ ഡോണ്ട് നോ, ഈ സീസൺ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ പോകുന്ന ഒരു സീസണാണ്. സോ ആർട്ടറ്റയ്ക്ക് കുറെ ടൈമുണ്ട്. എഗെയിൻ എനിക്ക് തോന്നുന്ന വി വിൽ അഗെയിൻ ആ ഒരു മീഡിയോക്രിറ്റി ഇങ്ങനെ കണ്ടിന്യൂ. കാരണം
പുള്ളിക്കൊരു ഫോർമുല ഉണ്ട്, ആ ഫോർമുലയിൽ സ്റ്റെബിലിറ്റി ഉണ്ട്, എന്തായാലും അതിൽ നിന്ന് താഴോട്ട് പോകില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇനി അതും ബ്രേക്ക് ആവും അറിഞ്ഞോ. പക്ഷെ കണ്ടിടത്തോളം വെച്ച് നമ്മൾ ഡിഫെൻസീവ്ലി സ്ട്രോങ് ആയതുകൊണ്ട് ഒരു പൊസിഷനിൽ താഴോട്ട് നമ്മൾ പോകുന്നില്ല. നമ്മൾ ഗോൾ സ്കോർ ചെയ്യുന്ന അനുസരിച്ചിരിക്കും നമ്മൾ സെക്കൻഡ് ഫിനിഷ് ചെയ്യോ, ഫസ്റ്റ് ഫിനിഷ് ചെയ്യോ, തേർഡ് ഫിനിഷ് ചെയ്യോ എന്നുള്ളത്. അപ്പൊ അഗൈൻ ഇപ്രാവശ്യം സെക്കൻഡ് എന്ന് പറയാനും പറ്റത്തില്ല, കാരണം സിറ്റി ഈസ് വെരി സ്ട്രോങ്. സിറ്റി ഓൾറെഡി ലൈക്ക് ടൺസ് ഓഫ് ഡീൽ ചെയ്ത് കഴിഞ്ഞു, അതും ഉഗ്രം പ്ലേയേഴ്സിനെയൊക്കെ. റയാൻ ഷെർക്കി, നമ്മൾ എപ്പോഴും സിറ്റി പറയും ഓവർ പേ ചെയ്യുന്നു, പക്ഷെ അവര് ചെയ്ത ഈ റയാൻ ഷെർക്കിയുടെ ആ ഒരു ഡീലൊക്കെ ഈ കിടിലം ഡീലായിരുന്നു. 30 million 35 million സംതിങ് ഇങ്ങനെയാണ്. അതല്ല ഈ പറയുന്ന നമ്മള് മറ്റേ ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞ് കഥ നീട്ടാനുള്ള സമയം അവര് കൊടുക്കുന്നില്ല. സിറ്റി ആർ ഇൻട്രസ്റ്റഡ് എന്ന് ഇന്ന് ന്യൂസ് വന്നു കഴിഞ്ഞാൽ നാളെ അത് ഡീലായി, അഗ്രീഡ് ടേംസ്. അതും ആർസണലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വരുന്ന എന്താ, പേഴ്സണൽ ടേംസ് അഗ്രീഡ്, പ്ലെയർ ഹാസ് നോ ഇഷ്യൂസ് ജോയിനിങ് ആർസണൽ, ഓൺലി ലെഫ്റ്റ് ഈസ് നെഗോസിയേഷൻ ബിറ്റ്വീൻ ദ ക്ലബ്സ്. അതാണ് ആർസണലിൽ എപ്പോഴും ന്യൂസ് വരുന്നത്. സിറ്റിയുടെയോ കാര്യങ്ങളിൽ ഈവൻ ദോ ലിവർപൂളിന്റെ ട്രാൻസ്ഫറിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ലിവർപൂൾ ഒരു പ്ലെയറിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ മോസ്റ്റ് സിറ്റുവേഷനിൽ ഇപ്പൊ റീസെന്റ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ക്ലബ്ബ് തമ്മിൽ അഗ്രി കഴിഞ്ഞിട്ടാണ് ഈ പ്ലെയർ പേഴ്സണൽ ടേംസിന്റെ കാര്യം തന്നെ പുറത്ത് വരുന്നത്. ഇത് നേരെ തിരിച്ചു. ആദ്യം ഇത് പ്ലെയറിന്റെ അച്ഛൻ, അമ്മ, അപ്പൂപ്പൻ, അമ്മൂമ്മ ഇവരുമായിട്ടൊക്കെ നല്ല ഡീല് സ്ഥാപിച്ചതിന് ശേഷം അവര് ക്ലബ്ബുമായിട്ട് ക്ലബ്സുമായിട്ട് സംസാരിക്കുള്ളൂ. അപ്പൊ പിന്നെ അപ്പത്തേക്കും വേറെ ആൾക്കാർ വന്നിട്ട് എന്താ പറയാ, ഞാൻ കുറച്ച് പൈസ കൂടുതൽ തരാം, നീ അങ്ങോട്ട് വന്നിട്ട് അപ്പൂപ്പനും പോകും. മാട്രിമോണിയില് ചെക്കനെ പറ്റി മറ്റേ നാട്ടിൽ മൊത്തം അന്വേഷിക്കണ പോലെയാ, എല്ലാവരുടെ പെർമിഷൻ വാങ്ങിച്ച് കല്യാണം നടത്തണ പോലെ ഒരു അവസ്ഥ ഒരു പ്ലെയറിനെ ആർസണൽ സൈൻ ചെയ്യണമെന്നുണ്ട്. നമുക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഭയങ്കര എക്സോസ്റ്റ്. അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്കറിയാമല്ലോ, നമ്മളിപ്പം അല്ലാതെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ്, നമ്മൾ വളരെ ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് മാക്സിമം നിൽക്കുന്നത്. കാരണം ഇതിനു വേണ്ടി നമ്മൾ ബ്രെയിൻ എന്താ പറയുക, ഇപ്പൊ ഗ്രൂപ്പിലെ അപ്ഡേറ്റ്സ് മാത്രമാണ് ഞാൻ ആക്ച്വലി ഇപ്പൊ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇടയ്ക്ക് വെച്ച് മാത്രം ഞാൻ എക്സിൽ എന്തെങ്കിലും വല്ല അപ്ഡേറ്റ് ഉണ്ടോ നോക്കും. അതല്ലാണ്ട് ഞാനിങ്ങനെ കഴിഞ്ഞ സീസൺ, അതിന് മുന്നത്തെ സീസണൊക്കെ വളരെ ഒബ്സസ്ഡ് ആയിരുന്നു. നമ്മളിങ്ങനെ അപ്ഡേറ്റ്സ് നോക്കിക്കൊണ്ടിരിക്കും, എന്താ എന്തെങ്കിലും വരുന്നുണ്ട്. പക്ഷെ ഈ സീസൺ എനിക്ക് അത്ര ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ലെറ്റ്സ് സീ എന്താ വരാൻ പോകുന്നു എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഫിക്സ്ചറിലോട്ടൊന്ന് പറഞ്ഞു. ഫസ്റ്റ് നീ ഫിക്സ്ചേഴ്സ് എടുക്കുമല്ലേ, നമുക്ക് ഒരു ഇത് എന്റെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ 6 ഗെയിം, ലെറ്റ്സ് സേ ഓഗസ്റ്റ് ആൻഡ് സെപ്റ്റംബർ, 6 ഗെയിംസ് ആണ് നമുക്കുള്ളത്. വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ ഓഫ് നമ്പർ ഓഫ് പോയിന്റ്സ്? ആദ്യത്തെ ഞാൻ പറഞ്ഞുതരാം, ഫിക്സ്ചർ ആയിട്ടൊന്നും പറയാം. ഫസ്റ്റ് ഗെയിം എവേ അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഓൾഡ് ട്രാഫോർഡിൽ. പിന്നെ ഹോം ആണ് ലീഡ്സ്, എവേ ലിവർപൂൾ, പിന്നെ നോട്ടിംഗം ഫോറസ്റ്റ് ഹോം ആണ്, മാൻ സിറ്റി ഹോം, ന്യൂ കാസിൽ അവേ. 6 ഗെയിം ടോട്ടൽ 18 പോയിന്റ്. 18 പോയിന്റിൽ ഔട്ട് ഓഫ് 18 എത്ര നീ എക്സ്പെക്ട് ചെയ്യുന്നത്? സോ ഫസ്റ്റ് പറയുവാണെങ്കിൽ യുണൈറ്റഡ് അവേ ആണ്. പ്രാക്ടിക്കലി നോക്കുവാണെങ്കിൽ ശരിക്കും നമ്മൾ അവിടെ ചെന്ന് ജയിക്കണം. പക്ഷെ ഐ ഡോണ്ട് തിങ്ക് വിൽ വിൻ, ദാറ്റ്സ് എ ഡ്രോ. എന്നെ സംബന്ധിച്ച് അതൊരു 1 പോയിന്റ്, അതൊരു 1 പോയിന്റ് ആയിരിക്കും. ലീഡ്സ് യുണൈറ്റഡ് നമ്മൾ ജയിക്കും. പിന്നെ ലിവർപൂൾ ഡ്രോ അഗൈൻ. നോട്ടിംഗം ഫോറസ്റ്റ് ഹോം ജയിക്കും. സിറ്റി ഹോം എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു വിന്നാണ്, ഐ ഗോ ഫോർ വിൻ. ഓക്കെ, എന്റെ ഡ്രോ പറയണമെന്നുണ്ട്, പക്ഷെ എന്തോ വിന്നെന്തോ ഹോം ആണ്ട് ചിലപ്പം ജയിക്കായിരിക്കും. ന്യൂ കാസിൽ അവേ വി ആർ നോട്ട് ഗോയിങ് ടു വിൻ, അതൊരു ഡ്രോ ആയിരിക്കും തന്നെ തോന്നുന്നത്. പക്ഷെ ഇതിനകത്തൊക്കെ തോൽവി എനിക്ക് പറയാൻ പറ്റുന്നില്ല, കാരണം ന്യൂ കാസിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ തോക്കാൻ ചാൻസ് ഉള്ള കളിയാണ് ന്യൂ കാസിൽ. ആ ഫിക്സറിൽ ഏറ്റവും കൂടുതൽ തോക്കാൻ ചാൻസ് ഉള്ള കളി ന്യൂ കാസിലാണ്. പിന്നെ യുണൈറ്റഡും നമുക്ക് പറയാൻ പറ്റൂല, യുണൈറ്റഡ് ആ ഗെയിം നമ്മൾ കൊണ്ട് കളയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പൊ ഒരു നോക്കുവാണെങ്കിൽ ഒരു 12 പോയിന്റ് ആണ്. 18 പോയിന്റിൽ എനിക്ക് തോന്നുന്നത് 12 പോയിന്റ്സ് ആണ്. കാരണം ഞാൻ ഉദ്ദേശിച്ച ഇതിനകത്ത് 2 ലോസും 4 വിന്നും ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായി? ഡ്രോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇനീഷ്യൽ ഗെയിംസിൽ ഇന്റൻസിറ്റി എന്തായാലും ഇനീഷ്യലി ഉണ്ടാവും. ഇഫ് ഫുൾ പ്ലേയേഴ്സ് ആർ ഫിറ്റ്.
അതേ സമയത്ത് ഇപ്പം നമുക്ക് സൈനിങ്സ് പ്രോപ്പർ ആയിട്ട് കിട്ടി, പ്രീ സീസണിന് മുന്നേ സൈനിങ്സ് കിട്ടുവാണെങ്കിൽ ദ പോയിന്റ്സ് വിൽ ബി മച്ച് ഹയർ. മേ ബി ഒരു ഡ്രോയും ഒരു ലോസും മാക്സിമം ഉണ്ടാവുള്ളൂ. യു വിൽ ഗെറ്റ് 14 പോയിന്റ്സ് സംതിങ് മോസ്റ്റ്ലി. സൈനിങ്സ് ഒക്കെ ഇപ്പോ ഇഫ് വി ഗെറ്റ് like 14 points or 15 points engil I think great start. 14 points 12 points ആണെങ്കിൽ average start. Average, yeah, mid ആണ്, ഒരു mid kind of start. 14 points ആണ്, it is a good start for the season എന്നുള്ള സീൻ. അതും ഈ പറയുന്ന സൈനിങ്സിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ഈ ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഐ ഡോണ്ട് തിങ്ക് വി ക്യാൻ റൺ, നമുക്ക് ഓടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാണ് ഇപ്പം ഈ ഒരു സംഭവം ഇല്ലേ, ഇപ്പം ഈ ട്രാൻസ്ഫർ വിൻഡോയും കൂടെ സ്ലോ ആവുന്ന സ്ഥിതിക്ക് ഡബിൾ പ്രഷർ ഓൺ ആർച്ചറ്റയാണ് ഇപ്പം. മനസ്സിലായോ? സീസൺ എൻഡ് ചെയ്ത് തന്നെ സെക്കൻഡും ചാമ്പ്യൻസ് ലീഗിൽ സെമി ആയതുകൊണ്ടും ഒന്നും ട്രോഫി ഇല്ലാത്തത് കൊണ്ടും ഓൾറെഡി പ്രഷർ ഉണ്ട്. ട്രാൻസ്ഫർ വിൻഡോയും കൂടെ സ്ലോ ആയി എക്സ്പെക്ട് ചെയ്ത സൈനിങ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡബിൾ പ്രഷർ ഓൺ ആർച്ചറ്റ. എല്ലാരും 18 to 18 എക്സ്പെക്ട് ചെയ്യും, കിട്ടിയേ പറ്റൂ, എക്സ്പെക്ടേഷൻ ഇല്ല, കിട്ടിയേ പറ്റൂ എന്നുള്ള സീനാവും. അത് ഡബിൾ പ്രഷർ ആയിട്ട് തോറ്റു കഴിഞ്ഞാൽ ഹിസ് ജോബ് ഇസ് ഓൺ ദ ലൈൻ. പറയാതിരിക്കാൻ പറ്റില്ല, ഓൾറെഡി ഓൺ ദ ലൈൻ. എന്നെ സംബന്ധിച്ച് ആർട്ടറ്റ എപ്പോഴും ഞാൻ കഴിഞ്ഞ ജനുവരി വിൻഡോ തൊട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്, ആർച്ചറ്റയ്ക്ക് ഈ സീസൺ പോവും എന്തായാലും കുഴപ്പമില്ല, വി ഷുഡ് ട്രസ്റ്റ് ഹിം. പക്ഷെ അടുത്ത സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 10 കളി ക്രൂഷ്യൽ ആയിരിക്കും. എവറി ഗെയിം വിൽ ബി ജഡ്ജ്ഡ്. അത് കഴിഞ്ഞ് ഡിസംബർ വരെ മാക്സിമം പോവും. ഇഫ് ഇറ്റ് ഈസ് കഴിഞ്ഞ സീസണിലെ പകുതി പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലെ പോലത്തെ സീസൺ ആണ് പോകുന്നതെന്നുണ്ടെങ്കിൽ മാക്സ് ടു മാക്സ് അത് ഡിസംബർ വരെ പോകും, അതിൽ കൂടുതൽ പോവില്ല. എനിവേ അറിയില്ല എന്താണ് ആർട്ടറ്റ ചിന്തിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആർട്ടറ്റ എന്ത് സ്റ്റൈലാണ്, എന്തെങ്കിലും സ്റ്റൈൽ മാറ്റി പിടിക്കുമോ? അറ്റാക്കേഴ്സ് വന്നാൽ പോലും നമ്മുടെ അറ്റാക്ക് പാറ്റേണിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവുമോ? വീണ്ടും സെയിം ആ ഒരു സ്ലോ പരിപാടിയാണോ എങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഫാൻസ് അക്സെപ്റ്റ് ചെയ്യുന്നു, ഫാൻസ് ഡെഫിനറ്റ്ലി അതിനെതിരെ തന്നെ സംസാരിക്കുന്നുണ്ട്. കുറെ കൂടെ വൈഡ് മെയിൻ സ്ട്രീം ആയിട്ട് ഫാൻസ് കൂടുതൽ, മാച്ച് ഗോയിങ് ഫാൻസ് പോലും ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ തുടങ്ങും. അങ്ങനെ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ അപ്പോഴാണ് ആക്ച്വലി ആർട്ടറ്റ ശരിക്കും പ്രഷറിലാവാൻ പോകുന്നത്. ആസ് ഓഫ് നൗ ഇപ്പൊ ഓൺലൈൻ പ്രഷറാണ്, ഓൺലൈൻ മീഡിയ, സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സോഷ്യൽ മീഡിയ നമുക്ക് അറിയാലോ, ഒരു കുറെ എക്സാജറേഷൻ ഉണ്ട് അതിനകത്ത്. പക്ഷെ മാച്ച് ഗോയിങ് ഫാൻസും കൂടെ ഫ്രസ്ട്രേറ്റഡ് ആയി തുടങ്ങിയാൽ ദെൻ ദ പ്രഷർ വിൽ റിയലി ബി ഓൺ ആർട്ടറ്റ. എനിക്ക് അറിഞ്ഞൂടാ, പിന്നെ എനിക്ക് അതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. കാരണം ഇത്രയും ടൈമും കൊടുത്തു, ഇത്രയും പ്ലേയേഴ്സിനെയും കൊടുത്തു, എല്ലാം കൊടുത്തപ്പോ ഇനി എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇറ്റ് ഈസ് നോട്ട് മെന്റ് ടു ബി എന്ന് പറഞ്ഞ് നമ്മൾ പുതിയൊരു മാനേജറെ കൊണ്ടുവരാന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ. പിന്നെ നെക്സ്റ്റ് എനിക്ക് തോന്നുന്നത് ലിവർപൂൾ അവേ മാച്ച് എങ്ങനെയാണ് ബ്രോ? ഇത്രയായി ഐ ആം എക്സ്പെക്ടിങ് അല്ല, ഐ വോണ്ട് എ വിൻ ഇൻ ആൻഫീൽഡ്. അതിന് ഇനി എനിക്കൊരു ഇതില്ല. കുറെ ആയി നമ്മൾ ഡ്രോ ആയി, ലോസ് ഡ്രോ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ ദോ എല്ലാ സീസണിലും അത് നടക്കുന്നുണ്ട്. നമുക്ക് പോസിറ്റീവായിട്ട് പറയുന്ന കുറെ നാളായിട്ട് ഹ്യൂമിലിയേറ്റഡ് ഡിഫീറ്റ്സ് അവിടെ കിട്ടുന്നുണ്ടെങ്കിലും നമ്മളൊരു പോയിന്റ് എത്തി, ഡ്രോ വരെ എത്തിച്ചു. നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് എത്തിയേ പറ്റൂ. ലിവർപൂൾ, ആൻഫീൽഡും എത്തിഹാദും ഒക്കെ നമ്മൾ വി ഷുഡ് ഹാവ് എ കൺസിസ്റ്റന്റ് വിൻ ദെയർ. അത് നമ്മുടെ അതൊക്കെ വിൻ കിട്ടുമ്പോഴാണ് ടീമിന്റെ കോൺഫിഡൻസ് ഇരട്ടിക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അത് പ്രൂവ് ചെയ്യാനുള്ള ഒരു എവിഡൻസ് നമുക്കില്ല. എന്നാൽ സിറ്റി ആൻഡ് ലിവർപൂൾ ആർ സൈനിങ് ബിഗ് പ്ലേയേഴ്സ്. അവരുടെ ഫൗണ്ടേഷൻ സോളിഡ് ആക്കുന്നതിനോടൊപ്പം ബാക്കപ്പ് സ്ട്രോങ് ആക്കുന്നത്. ഇപ്പൊ ലിവർപൂള് വേർഡ്സിന് ഓൾറെഡി ഏകദേശം 90%, 95% കംപ്ലീറ്റഡ് ആണ്. ആൻഡ് അതിന്റെ കൂടെ ഒരു ന്യൂസ് കേട്ടു, ബെൻ ജേക്കബ്സ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ടറാണ്. അയാള് ഫസ്റ്റ് ഇയർ ഒന്നും അല്ലാന്ന് തോന്നുന്നു, സെക്കൻഡ് ഇയർ ആണ്. അത്യാവശ്യം ഹിറ്റ് ആൻഡ് മിസ് ഒക്കെയാണ് പുള്ളി. പക്ഷെ പുള്ളി പറയുന്നത് ലിവർപൂൾ ഹാവ് നോട്ട് യെറ്റ് ഗിവൺ അപ്പ് ഓൺ ഇസാക്ക് എന്നാണ് പറയുന്നത്. ദേ ആർ വില്ലിംഗ് ടു സ്പെൻഡ് 100+ ഓൺ ഹിം എന്നുള്ള രീതിയിലാണ് ഞാൻ റിപ്പോർട്ട്സ് കേൾക്കുന്നത്. അതൊക്കെ
അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കും എന്റെ അമ്മ എന്തൊരു ബാക്കിംഗ് ആണത്. ഒരു സീസണിൽ ഇൻ കേസ് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ വേർഡ്സ് ആൻഡ് ഇസാക്ക് ക്രേസി. എടാ ഇപ്പൊ വേർഡ്സ് ആൻഡ് ഇസാക്ക് നടന്നോട്ടെ നടക്കാതിരിക്കട്ടെ, ദാറ്റ് ഈസ് ലിവർപൂൾസ് മാറ്റർ ടു ബി കൺസേൺ. എന്റെ കൺസേൺ ഇത്രേ ഉള്ളൂ, ഗെറ്റ് ഐദർ സെസ്കോ ഓർ ഗിക്കോറസ്. മനസ്സിലായോ? ഈ സൈനിങ്സ് സെസ്കോ ഓർ ഗിക്കോറസ്, പിന്നെ റോഡ്രിഗോയുടെ ഡീലും സുബിമെൻഡി പ്ലസ് ഒരു എന്താ ലെറ്റ്സ് സേ മിഡ്ഫീൽഡിൽ ഒരു ബാക്കപ്പ് ആയിട്ട് ഒരു പ്ലെയറും കൂടെ കിട്ടിക്കഴിഞ്ഞു എന്ന് വെച്ചാൽ, നോ മാറ്റർ വിച്ച് ടീം വാട്ട് എവർ, എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും ടീമിൽ, നമ്മുടെ ടീമിനെ കൊണ്ട് പറ്റും എന്നുള്ള സിറ്റുവേഷൻ ഉണ്ട് ഇവിടെ. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ആസ് ലോങ് ആസ് നമ്മുടെ സൈനിങ്സ് കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ദെയർ ടു കമ്പീറ്റ് എന്നുള്ള സിറ്റുവേഷനാണ്. അവർക്ക് ഏത് സ്ട്രോങ് സ്റ്റേബിൾ പ്ലേയേഴ്സ് വന്നു കഴിഞ്ഞാലും നമുക്ക് സ്റ്റേബിൾ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. നമുക്ക് ഈ സൈനിങ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലാണ് ക്രിറ്റിസിസം പോയിന്റ് ഓഫ് വ്യൂ വരുന്നത്. അവിടെ ഇപ്പം ലെറ്റ്സ് സേ ഇപ്പം ഇസാക്കിനെ അവർ സൈൻ ചെയ്തു, നമുക്കിവിടെ സെസ്കോ, നമ്മുടെ ടാർഗറ്റ് ഇസാക്ക്, നമുക്ക് അത്ര സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 120-150 million സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടും ഇഫ് യു ക്യാൻ ഗെറ്റ് ഗിക്കോറസ് ഓർ സെസ്കോ, അത് കിട്ടുവാണെങ്കിൽ ഐ ആം മോർ ദാൻ ഹാപ്പി. സ്ട്രൈക്കർ പൊസിഷനിൽ ഒരു കൈൻഡ് ഓഫ് പ്രൂവൺ പ്ലേയേഴ്സിൽ ആരെങ്കിലും ഒരാളെ കിട്ടി നമുക്ക്. കാരണം ഞാൻ അതേപോലെ ഒരു സ്ട്രോങ് അല്ല ഈ പറഞ്ഞ സെസ്കോ ഗിക്കോറസ് എന്ന് മാത്രമല്ല, മറ്റൊരു സ്ട്രോങ് പൊസിഷൻ ആണ് ലെഫ്റ്റ് വിങ്ങിലുള്ള റോഡ്രിഗോയുടെ. ഇൻ കേസ് അത് നടക്കുവാണെങ്കിൽ ദെൻ ഇറ്റ്സ് എന്താ പറയാ, നമുക്കിപ്പോ ഒരു ആസ് ഫാൻസ് നമ്മൾ എക്സൈറ്റഡ് ആണ്, നമുക്ക് കുറച്ചുകൂടെ ഒരു വിശ്വാസമുണ്ട് എന്തെങ്കിലുമൊക്കെ നടക്കും. അത് വരുന്നവരെ ഈ പറഞ്ഞ പോലെയാണ്. അയ്യോ എടാ, ഈ സൈനിങ്സ് വന്നു കഴിഞ്ഞാൽ തന്നെ ഫാൻസ് പോസിറ്റീവ് മോഡിലോട്ട് പോയി. ദ സീസൺ സ്റ്റാർട്ട്സ് ഇൻ എ പോസിറ്റീവ് വേ. പിന്നെയാണ് ഗെയിമിന് ഇപ്പം സൈനിങ്സ് പ്രോപ്പർ ആയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നെഗറ്റീവ് മോഡിലായിരിക്കും സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ ഓൾറെഡി ഉണ്ടാവാൻ പോകുന്നത്. അവിടെയാണ് വ്യത്യാസം. വൺസ് യു ഗെറ്റ് എ പോസിറ്റീവ് മോഡ്, സ്റ്റേഡിയത്തിൽ പോസിറ്റീവ് മോഡ് ആകുമ്പോൾ ഫാൻസിന്റെ ഇൻവോൾവ്മെന്റും അത്യാവശ്യമാണ് ഇക്കാര്യങ്ങളിൽ. നോട്ട് ഇൻ ടേംസ് ഓഫ് ഈ സൈനിങ്സിലോ സോഷ്യൽ മീഡിയയിൽ പുഷ് ചെയ്യണം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്റ്റേഡിയം അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഗെയിമിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അത് നമുക്ക് ഈ സൈനിങ്സ് ക്ലബ്ബ് ചെയ്താലേ കാര്യമുള്ളൂ. ഈ പറയുന്ന എനിക്ക് ഏറ്റവും പൊളിഞ്ഞൊരു റൂമറാണ്, അറിയില്ല, ഒലി വാട്കിൻസിനെ നമ്മൾ നോക്കുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഇഫ് അതെങ്ങാനും നടന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു. ദാറ്റ് ഈസ് ലൈക്ക് ലോസ്റ്റ് ട്രസ്റ്റ് ഇൻ ദ മാനേജ്മെന്റ് എന്നുള്ള സിറ്റുവേഷൻ. കാരണം ഒറ്റ ചോദ്യമുള്ളൂ, ഇത് നിങ്ങൾ സമ്മറിൽ ചെയ്യണം. വൈ ദ ഹെൽ ഡിഡ്ന്റ് യു ഡു ഇറ്റ് ഇൻ ജാനുവരി? നമുക്ക് അത്യാവശ്യം ആ സമയത്താണ്. ആ പ്ലെയർ നമ്മൾ ലിങ്ക് ആയി കഴിഞ്ഞിട്ട് 60 million സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ആ ഒരു പ്ലെയറിന്. ആ എമൗണ്ട് നമ്മൾ ഹ്യൂജ് ആയിട്ട് സമ്മറിൽ സ്പെൻഡ് ചെയ്യും എന്ന് പറയുന്ന സാഹചര്യത്തിൽ അതേ പ്ലെയറിനെ സമ്മറിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അട്ടർ ഡസന്റ് മേക്ക് എനി സെൻസ്. പക്ഷെ നോയിങ് ആർസണൽ I am very much അല്ലെങ്കിൽ I won't be surprised കേട്ടോ. ഞാൻ ഞെട്ടലൊന്നും ഉണ്ടാവില്ല. ഒലി വാട്കിൻസ് ഓക്കെ അത്ര സൈനിങ്ങിൽ ഞെട്ടലല്ലേ ഞാൻ പറയുന്നത്. സൈനിങ്ങിലുള്ള ഞെട്ടലല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഈ മറ്റേ മനസ്സിലാക്കിയിട്ട് എന്ത് പൊട്ടത്തരമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. ഞെട്ടലല്ല. ഇറ്റ് മേ ഹാപ്പൻ, മോസ്റ്റ് പ്രോബബ്ലി നടക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ആള് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ കമന്റ് ചെയ്തായിരുന്നു ഇങ്ങനെ സെസ്കോ ഇസ് ബെറ്റർ അല്ലെങ്കിൽ ഗിക്കോറസ്, അങ്ങനെ എന്തോ ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് നടക്കാൻ പോണത് വാട്കിൻസ് ആയിരിക്കും നമുക്ക്. അല്ല ഇത് നമുക്ക് നോയിങ് ആർസണൽ ഇത്രയും നാളായിട്ട് അറിയുന്ന വെച്ചിട്ട് നമുക്ക് എടുത്ത് പറയാൻ പറ്റിയ ട്രാൻസ്ഫർ സീസൺ എനിക്ക് തോന്നുന്നത് 22-23 23-24 ആണ്. അതിൽ എസ്പെഷ്യലി 23-24 ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമായിരുന്നു ഡെക്ലൻ റൈസിന് അത്രയും അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു ടോപ്പ് എന്ന് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ലെവൽ പ്ലെയറിനെ ആ ഒരു ആംബിഷൻ വെച്ചിട്ട് വാങ്ങിച്ചത് ഡെക്ലൻ റൈസ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ആ ഡീല് തന്നെ എത്ര നാള് പോയെന്ന് എനിക്കറിയോ? ജനുവരി സ്റ്റോറി ബ്രേക്ക് ആയതാ. അത് കഴിഞ്ഞിട്ട് സിറ്റി ഇൻവോൾവ് ആയി, ചെൽസി ഇൻവോൾവ് ആയി, പ്രൈസ് ബിൽഡ് ചെയ്ത് രാത്രിക്ക് രാമായണം എന്ന് പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന സിറ്റുവേഷൻ 100 million 2 ദിവസം ഓടി. 100 million
80 മില്യണിൽ വരേണ്ട പ്ലെയർ ആയിരുന്നു. 80 മില്യൺ സംതിങ് ആയിരുന്നു അന്ന് പറഞ്ഞ പ്രൈസ്. അത് ഇങ്ങനെ ബിൽഡ് ചെയ്ത് അപ്പൊ അവിടെ എന്തോ എനിക്കറിയാം മേ ബി ഇപ്പൊ ഈ പറയുന്ന ഞാനിപ്പോ പറയുന്ന നമ്മളിപ്പോ ചിന്തിക്കുമ്പോൾ ഓക്കെ പ്രൈസ് മണി ഉണ്ട്, പക്ഷെ ഒരു അംബിഷൻ കാണിക്കണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് അറ്റ്ലീസ്റ്റ് സ്പെൻഡ് റാൻസം ഓൺ 1 or 2 പ്ലേയേഴ്സ് വിച്ച് ഇസ് ഇമ്പോർട്ടന്റ്. അതിൽ അവിടെ പ്രൈസ് നോക്കിയിട്ട് കാര്യമില്ല. മനസ്സിലായോ? നമ്മൾ വെയിറ്റ് ചെയ്ത് പ്രൈസ് കുറയ്ക്കാൻ നോക്കുന്നു, വേറെ ക്ലബ്ബ് വരുന്നു, പിന്നെയും പ്രൈസ് ഡിമാൻഡ് കൂടുന്നു, നീട്ടി ചോദിക്കുന്ന പ്രൈസ് അപ്പൊ തന്നെ ഒന്നോ രണ്ടോ പ്ലെയർ അത്യാവശ്യം, നമുക്കിപ്പോ സ്ട്രൈക്കർ അത്യാവശ്യമാണ്, ഗെറ്റ് ദ ഡീൽ ഡൺ, പിന്നെ ബാക്കിയുള്ളവരായിട്ട് നീ നെഗോഷിയേറ്റ് ചെയ്യും. അത്രയും പ്ലേയേഴ്സിനൊക്കെ നെഗോഷിയേറ്റ്. അതൊന്നും നടക്കാണ്ട് എല്ലാത്തിനും നെഗോഷിയേഷൻ നീട്ടി ഒന്നും നടക്കുന്നില്ല എന്നതാണ് ഫ്രസ്ട്രേഷൻ. ലെറ്റ്സ് സേ ഇപ്പം നീ നോക്കിയേ, ഇപ്പം ലെറ്റ്സ് സേ നമുക്ക് ഒരു ഇന്ന് നമ്മളിപ്പോ ഡിസ്കഷൻ ഒരു ട്രാൻസ്ഫർ വിൻഡോയും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, സ്കെല്ലിയുടെ ന്യൂസ് അല്ലാണ്ട്. നാളെ നീ നോക്കിയോ, ഇഫ് ഞാൻ ഹൈപ്പോത്തറ്റിക്കലി പറയുന്നത്, ലെറ്റ്സ് സേ സെസ്കോയുടെ ഡീലും മറ്റേ റോഡ്രിഗോയുടെ ഡീലും ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ആയെന്ന് വെച്ചോ, ദ മൂഡ് ഇൻ ആർസണൽ ഫാൻസ് മൊത്തത്തിൽ ഷിഫ്റ്റ് ആവും. ഡെഫിനറ്റ്ലി ആൾക്കാരെങ്കിലും മൊത്തത്തിൽ ചേഞ്ച് ആവും. ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ആ ഒരു ടെൻഷൻ മൂഡ് മൊത്തത്തിൽ മാറും. അതാണ് അത്യാവശ്യം. അത് തന്നെ പുഷ് ആവും. നമുക്ക് പ്ലെയേഴ്സ് വന്നു എന്ന് ഫാൻസിൽ കോൺഫിഡൻസ് ഉണ്ടാവും. പ്ലെയേഴ്സിനും അവിടെ ഞങ്ങൾക്ക് വീക്ക് സ്പോട്ട് ഇപ്പൊ ഇല്ല, നമുക്ക് ഫില്ല് ചെയ്യേണ്ട പോയിന്റ്സ് ഫില്ലായി, ഐ ഹാവ് എ സപ്പോർട്ട് എന്ന് പറഞ്ഞ് എല്ലാ പ്ലെയേഴ്സിനും തമ്മിലൊരു കോൺഫിഡൻസ് ആവും, ജെല്ലാവാൻ ടൈം കിട്ടും, ട്രെയിനിങ് ഒരുമിച്ചൊക്കെ. അതാണ് അത്യാവശ്യം, വിച്ച് ഈസ് ലാക്കിംഗ് ഇൻ ആർസണൽസ് ട്രാൻസ്ഫർ വിൻഡോ. ബർട്ട വരുമ്പം എക്സ്പെക്ട് ചെയ്തിരുന്നു ഞാൻ കുറെ, പക്ഷെ ഇതുവരെ ഹി ഹാസ് നോട്ട് ഡൺ ഗ്രേറ്റ് തിങ്സ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയലിന്റെ എക്സ്റ്റൻഷൻ ചെയ്തു, സ്കെല്ലിയുടെ എക്സ്റ്റൻഷൻ ചെയ്തു, പാർട്ടെ ഹി വോണ്ട്സ് ടു ലീവ് എന്നുള്ള സീൻ എന്ന് പറഞ്ഞാൽ ഒരു ഇയർ ആണ് കോൺട്രാക്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പറഞ്ഞാൽ, ബട്ട് ഹി വോണ്ട്സ് പേ റൈസ് വിച്ച് ആർസണൽ ഈസ് നോട്ട് റെഡി ടു ഗിവ്. ബട്ട് അത് ഓക്കെ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യാം, ബട്ട് യു ഷുഡ് ബ്രിങ് എ പ്രോപ്പർ റീപ്ലേസ്മെന്റ്. അൺലൈക്ക് ഈ സ്റ്റെർലിങ്ങിനെ പോലത്തെ പൊട്ട സൈനിങ്സിനെ വെച്ച് നോക്കുമ്പം പറ്റൂല. യു ഷുഡ് ബ്രിങ് എ പ്രോപ്പർ റീപ്ലേസ്മെന്റ്. ഓക്കെ ഫൈൻ, അങ്ങനെയാണ് ഓക്കെ. അല്ല അതാണ് ഇനിയിപ്പോ എന്നെ സംബന്ധിച്ച് ബേർട്ട എന്ന് പറഞ്ഞ ആളുടെ സൈനിങ്ങിലല്ലേ, ബേർട്ട എന്ന് പറഞ്ഞ മാനേജ്മെന്റ് സൈനിങ്ങില് ഞാൻ കൂടുതലും എക്സ്പെക്ട് ചെയ്തത് ആർട്ടിറ്റിനെ ചാലഞ്ച് ചെയ്യുന്ന ഒരാൾ വരണം അവിടെ. കാരണം ഈ ആർട്ടിറ്റയുടെ ഈ ഇതുണ്ടല്ലോ, ഒരു കൈൻഡ് ഓഫ് ഡ്യുവൽ വിന്നിങ് പ്ലേയേഴ്സ് വേണം എന്നുള്ളൊരു ഒബ്സഷൻ ഓക്കെ വേണം, വേണ്ടെന്നൊന്നും പറയുന്നില്ല. നമുക്ക് അത് ആവശ്യത്തിൽ കൂടുതൽ ഇപ്പൊ ഉണ്ട് ഓൾറെഡി. നമുക്ക് കുറച്ച് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആണ് വേണ്ടത്, കുറച്ചുകൂടെ ഫ്രീഡം കൊടുക്കുന്ന കുറച്ച് പ്ലേയേഴ്സ് തന്നെയാണ് വേണ്ടത്. അവ ഇപ്പം നമ്മുടെ റോഡ്രിഗോ എനിക്കറിയാം, ഇപ്പൊ ഈ പ്ലേയേഴ്സ് റാഫേലിയോ ഉണ്ട്. റാഫേലിയോ ഡിഫെൻസീവ്ലി അത്ര ഈ പറഞ്ഞ മാർട്ടിനലി ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അറ്റാക്കിംഗ് ലെവൽ വരുമ്പോ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു ഡയമെൻഷൻ തന്നെ ആയിരിക്കും ലിയാവോ. ഇപ്പൊ റോഡ്രിഗോയും സിമിലർ ആയിരിക്കും. പക്ഷെ ഇപ്പൊ ഈ റൺ ചെയ്യാൻ പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ 2-3 ലോങ് ബോൾ ഇട്ടാൽ തന്നെ അവരുടെ ഡിഫൻസ് കൂടുതൽ ഇങ്ങോട്ട് നമ്മുടെ അറ്റാക്കിംഗ് ഫ്രണ്ടിലോട്ട് വരില്ല. സോ അവർ അത്രയും ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യവും വരില്ല. നമ്മൾ ഈ പേസ് കുറയ്ക്കും തോറും അവർക്ക് സ്പേസ് കൂടുതൽ കൊടുത്ത്, അവർക്ക് ടൈം കൂടുതൽ കൊടുത്ത്, അവർക്ക് ഡിഫെൻസീവ്ലി സ്റ്റേബിൾ ആവാൻ നമ്മൾ ടൈം കൊടുക്കുന്നോണ്ടല്ലേ നമ്മുടെ അറ്റാക്ക് ഇതാവുന്നത്. ഒന്ന് പേസ് കൂട്ടിയാൽ മതി. അവിടെയാണ് എനിക്ക് കോച്ചാണോ പ്ലെയർ ആണോ പ്രശ്നം എന്നുള്ളത്. എനിക്ക് മെയിൻ ആയിട്ട് കോച്ചിങ് തന്നെയാണ് തോന്നുന്നത്. വളരെ കുറച്ചായി നമ്മള് കൗണ്ടർ അറ്റാക്ക് ഗോൾസ് ഒക്കെ ചെയ്യാറുള്ളൂ. ചാമ്പ്യൻസ് ലീഗിലാണ് പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളൂ. പ്രീമിയർ ലീഗിൽ അങ്ങനെ ഒരു സംഭവമില്ല. കംപ്ലീറ്റ്ലി നമ്മൾ വേറൊരു ടീമായി മാറും പ്രീമിയർ ലീഗിൽ. ചാമ്പ്യൻസ് ലീഗിൽ എന്താണ് അവര് ഇത് ബസ് പാർക്ക് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഡിഫൻസ് ഇടുന്നില്ല. എന്നാലും ഇല്ല ഞാൻ ഡിഫറൻസ് ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ പ്രീമിയർ ലീഗിൽ അപ്പോഴും എത്ര ചാൻസുകളുണ്ട് നമുക്ക് സ്പീഡിൽ അറ്റാക്ക് ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കാനേ പറ്റുള്ളൂ, നമ്മള് അങ്ങോട്ട് ഇങ്ങോട്ട് പറയാനിരിക്കാനേ പറ്റുള്ളൂ. പിന്നെ പറഞ്ഞു കഴിയുമ്പോ വിഷമം മാറും കുറച്ച്. അപ്പം അതാണ് ഇപ്പൊ ഇന്നത്തെ ഹോട്ട് ന്യൂസ് എന്ന് പറഞ്ഞത്. പ്രീമിയർ ലീഗ് ഫിക്ചേഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനിയും ലെറ്റ്സ് സീ എന്താണ് ട്രാൻസ്ഫർ വിൻഡോയിൽ ഇനിയും വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. പിന്നെ ഇനി എന്തെങ്കിലും
ഡിസ്കസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു? അല്ല, നമുക്കിപ്പം ലൈക്ക് ഒരു ഇത് കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളൊരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക. ലൈക്ക് കൈൻഡ് ഓഫ് എനി ടോപ്പിക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിനെ പറ്റി നമ്മളൊന്ന് നോക്കിയിട്ട് ഡിസ്കസ് ചെയ്യണം, അന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ കമന്റ് ഇൻ ദ ബോക്സ്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കഷൻ ടോപ്പിക്സോ വീഡിയോസോ അതിനെപ്പറ്റി ചെയ്യാം. ഡെഫിനറ്റ്ലി നിങ്ങളെ കമന്റ്സും ആൻഡ് ബൈ ദ വേ താങ്ക് യു ഫോർ യുവർ എന്താ പറയാ സപ്പോർട്ട് അഗെയിൻ. കാരണം ഞങ്ങൾ കുറച്ച് നാൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പോലെ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു ഇച്ചിരി ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ചൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ഗൈസ്, റിയലി മീൻസ് എ ലോട്ട്. അപ്പോൾ ഇനി ഇതുപോലെ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് വീണ്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഓൾസോ കമന്റ് ചെയ്യാം മാക്സിമം. നമ്മളീ പറയുന്ന ഇന്ററാക്ട് ചെയ്യാനും റെഡിയാണ്. ഉടനെ തന്നെ നമ്മൾ ഒരു ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാണ് എപ്പോഴൊന്നും നമ്മൾ തീരുമാനിച്ചില്ല. ഒരു ലൈവ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാം ഇപ്പം ഫുട്ബോൾ സീസൺ അല്ല, ആകെ ക്ലബ് വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ ഡെഫിനറ്റ്ലി ഒരു വീഡിയോ ലൈവ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം വേറെ ഒന്നും ഇല്ലെങ്കിൽ നമുക്കപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ദീപക് ബ്രോ ഫോർ ജോയിനിങ്. ഓക്കെ, ഇപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം യെസ്, ആൻഡ് താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. അപ്പൊ ഇനിയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും നമ്മൾ എന്തെങ്കിലും പെർട്ടിക്കുലർ സെക്ഷൻ ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ടോപ്പിക്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. ആൻഡ് ഓൾസോ കമന്റ് ചെയ്യുക, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഒരു ഫിക്സർ ലിസ്റ്റ് കണ്ടിട്ട് എന്ത് തോന്നി, ആൻഡ് ഹൗ മെനി പോയിന്റ്സ് ആദ്യത്തെ ഒരു 3 ഗെയിമിൽ എത്ര പോയിന്റ്സ് കിട്ടുമെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമുക്കറിയാൻ പറ്റും നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്പെക്ടേഷൻസ് എന്നുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ്. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. See you YG.